ഹായ് ഹോൾ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് തമ്പ്ലൈന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കിഡിലെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. എന്നാൽ പിന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഇതാ ഞാനൊരു 2 പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്തെടുക്കാം. ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് ഞങ്ങൾക്ക് 3 മാസത്തേക്ക് നല്ലൊരു അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് വിരുന്നുകാരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു കിഡിലെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനു മുൻപ് ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കിത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു തവണ ഉണ്ടാക്കുമ്പോൾ വിചാരിച്ച് എന്തായാലും എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന്. അങ്ങനെ ആ ഒരു സമയത്ത് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നപ്പോൾ കൊടുത്തപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാം. അങ്ങനെ ഇത് പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഈ ഒരു 2 പൈനാപ്പിൾ കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു 3 മാസത്തേക്കുള്ള ഡ്രിങ്ക്സ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് പരക്കം വേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഡ്രിങ്ക്സ് ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഇത് 2 പൈനാപ്പിളിൻ്റെ തൊലി ഞാനിത് നീക്കം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം തയ്യാറാക്കിയിട്ട് എടുക്കണോ അതിനനുസരിച്ച് പൈനാപ്പിളിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താലും മതി. അപ്പോൾ ഇത് നല്ലൊരു പഴുത്ത, അതായത് മീഡിയം പഴുപ്പിലുള്ള പൈനാപ്പിളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പഴുപ്പൊന്നും കുഴപ്പമില്ല, എന്നാലും അല്പം കൂടി പഴുത്തതാണെങ്കിൽ നല്ലൊരു കളറൊക്കെ ഉണ്ടാവേ. പക്ഷെ ഞാൻ കുറേ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ഒരു കളറിൽ, അതായത് മീഡിയം സൈസ് പഴുപ്പുള്ള പൈനാപ്പിളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇത് ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പൈനാപ്പിളിന് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ അല്ലേ. അങ്ങനെ ഇത് ഈ ഒരു പൈനാപ്പിൾ 2 പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ട് ഈ ഒരു 3 മാസത്തേക്കുള്ള ഡ്രിങ്ക്സ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. 2 പൈനാപ്പിൾ കൊണ്ട് ഞങ്ങൾക്ക് 3 മാസത്തേക്കുള്ള ഡ്രിങ്ക്സ് ശരിയാക്കി തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയല്ലേ അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് എന്നെ അയക്കാൻ മറക്കരുതേ. അപ്പോൾ ഇത് 2 പൈനാപ്പിൾ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാലും മീഡിയം പഴുപ്പിലുള്ള പൈനാപ്പിളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പോരാണ്ട് ഞങ്ങൾക്ക് ഗ്രേപ്സ് കൊണ്ടും അതുപോലെ തന്നെ ക്യാരറ്റ് കൊണ്ടൊക്കെ ഇതൊക്കെ ഇതുപോലെ ഈ ഒരു രീതിക്കൊക്കെ ചെയ്തെടുക്കുക. അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2-3 മാസത്തേക്കുള്ള ഡ്രിങ്ക്സ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. എനിക്ക് ഇപ്പോൾ ചൂടൊക്കെ വരുന്നില്ല, ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പം തന്നെ ഈ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2 ബാച്ചായിട്ടാണ് ഇതിനൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പൈനാപ്പിളിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു അരിപ്പിലൊരു പാത്രത്തിലേക്ക്, അതായത് ഞങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ, ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു അല്പം വലിപ്പമുള്ള പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഈ ഒരു അടിച്ചെടുത്തിട്ടുള്ള പൈനാപ്പിൾ അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കണം, അതായത് അരിച്ചെടുക്കണം. അതിൽ എന്താ പറയുക, അതിൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരച്ചെടുക്കുന്നത്. പിന്നെ ഇത് 2ാമത്തെ ബാച്ച് കൂടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ അതിലേക്ക് 1 കപ്പ് അളവിൽ കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതേ രീതിയിൽ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു 2 ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുള്ള പൈനാപ്പിളിൻ്റെ ഈ ഒരു മിക്സ്, അതായത് ഈ ഒരു കൂട്ട് അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇനിയൊന്ന് കളയാം. കാരണം എപ്പോഴും അരിച്ചെടുത്തിട്ട് മാത്രമാണ് ഈ ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. പിന്നീട് ഞങ്ങൾ മിക്സിയുടെ ജാറിലിട്ട പാടന്നെ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പാടില്ല. കാരണം ഇതിൽ കുറച്ച് എന്താ പറയുക, പൈനാപ്പിളിൻ്റെ ആ മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കം ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഡ്രിങ്ക്സ് ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ മുഴുവനായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്.
നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ സത്തൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഈ ഒരു കൂട്ടിലേക്ക് വരണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയായിട്ടും ഞാൻ നല്ല രീതിയിൽ ഇതിനൊന്ന് അരിച്ചെടുക്കുന്നത്. ഇനിതാ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോരം ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടില്ല, ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടാണ് ഉള്ളത്. എന്നിട്ട് ഇതിനൊന്ന് കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിനെ ഇളക്കി കൊടുക്കണം, കാരണം അടിക്കൊന്നും പിടിക്കൂല, എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കാരണം പതച്ച് മറിയാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് വരെ നല്ലൊരു യെല്ലോ കളറായിട്ടുണ്ട്. കാരണം പൈനാപ്പിൾ പുറം ഭാഗം കാണുമ്പോൾ ഒട്ടും പഴുപ്പില്ലാത്ത പോലെയാണ്, പക്ഷേ ഉൾഭാഗം നല്ല കളറൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതാ ഈ ഒരു 2 കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമാണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാനിത് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാഷാ അല്ലാഹ് പാകത്തിനുള്ള മധുരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതൊന്ന് കുറുകി കിട്ടണം കേട്ടോ. എന്നാലും ഒരു ഇച്ചിരി കൂടി മധുരം ഇടാമെന്ന് വിചാരിച്ചു ഞാൻ, കാരണം എൻ്റെ മധുരമല്ലല്ലോ മറ്റുള്ളവർക്കൊക്കെ വേണ്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചെന്നാൽ 1 കപ്പ് അളവിൽ കൂടി പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഇത് 3 കപ്പ് അളവിലാണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ കുരുകളൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മസ്റ്റായിട്ടും ഞങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഈ ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക്സ് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ തിളക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, അതുകൊണ്ടൊന്ന് പറഞ്ഞിട്ടുള്ളത് കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു പൈനാപ്പിൾസിൻ്റെ ഡ്രിങ്ക്സിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ലൊരു കളർ തന്നെ ഇല്ല ഈ ഒരു പൈനാപ്പിളിൻ്റെ ഡ്രിങ്ക്സ് കാണുമ്പോൾ. ഈ ഒരു സമയത്ത് തന്നെ ഞങ്ങൾക്ക് കുടിക്കാൻ കൊതിയാകുന്നില്ല അല്ലേ. അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ഈ ഒരു പൈനാപ്പിളിൻ്റെ ഡ്രിങ്ക്സ് നിങ്ങൾ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുത്തതാണോ അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം, അങ്ങനെയാണ് ഇന്ന് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിപ്പം നോക്കിയാട്ടെ, നേരത്തെ ഞങ്ങൾ ചെയ്യുമ്പോൾ നല്ല ലൂസായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ ഇത് വെട്ടി തിളങ്ങുന്നുണ്ട്. അങ്ങനെ ഞാനിത് അടുപ്പിൽ നിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്കൊരു ബോട്ടിലൊക്കെ ആക്കി വെക്കാൻ പാടുള്ളത്. അങ്ങനെ ഈ ഒരു ജ്യൂസ് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതുമായി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് കാണിച്ചു തരണ്ടേ. അങ്ങനെ ഞാനിതാ കുറച്ച് സിറപ്പ് എടുത്തിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ ഇതിലേക്ക് മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.